ജപ്പാനിലെ ഫ്യൂജി പർവ്വതം അകലിൽ നിന്ന് കാണാൻ അതിമനോഹരമാണ്. ജപ്പാനിലെത്തുന്ന സഞ്ചാരികൾ മറ്റൊരു വ്യൂ പോയിന്റിൽ നിന്ന് ഫ്യൂജി പർവ്വതവും അതിൻ്റെ താഴ്വാരങ്ങളും ക്യാമറയിൽ പകർത്താൻ മത്സരിക്കാറുണ്ട്. കല, സാഹിത്യം, കവിതകൾ, സിനിമകൾ, ഫോട്ടോഗ്രാഫി എന്നിവയിലെല്ലാം ഈ പർവ്വതം നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ മനോഹാരിത കൊണ്ട് ആകർഷിപ്പിക്കുന്ന എന്തിനു പിന്നിൽ ഒരു അപകടം പതുങ്ങിയിരിപ്പുണ്ടാകും എന്ന് പറയുന്നത് പോലെ യമനാക്ഷി പ്രവിശ്യയിൽ ഫ്യൂജി പർവ്വതത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായി ഫ്യൂജി പർവ്വതത്തിൽ നിന്ന് താഴേക്ക് പരന്നു കിടക്കുന്ന അതിവിശാലമായ ഇടതൂർന്ന ഒരു വനം കാണാം. ആ വനം മനുഷ്യരെ തൻ്റെ സൗന്ദര്യത്തിലേക്ക് മാടി വിളിപ്പിക്കുന്നത് മരണത്തിലേക്കാണ്. ഈ വനം അക്കിഗഹാര എന്നാണ് അറിയപ്പെടുന്നത്. അഗ്നിപർവ്വത സ്ഫോടനത്താൽ രൂപപ്പെട്ട ഈ വനം വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ടപ്രദേശം കൂടിയാണ്. ഈ വനത്തിലെ ഐസ് ഗുഹ കാണാൻ നിരവധി സഞ്ചാരികളാണ് ഈ വനത്തിലെത്താറുള്ളത്. എന്നാൽ ഐസ് ഗുഹ കണ്ട ശേഷം തിരികെ പോകാതെ ആ വനത്തിൻ്റെ നിഗൂഢ ഭംഗി ആസ്വദിക്കുവാൻ പോകുന്നവരിൽ പലരും തിരികെ ജീവനോടെ പുറം ലോകത്തേക്ക് എത്താറില്ല എന്നതാണ് അക്കിഗഹാര എന്ന ഈ വനത്തെ കുപ്രസിദ്ധമാക്കുന്നത്. നിരവധി മിസ്സിംഗ് കേസുകളും മരണങ്ങളും സംഭവിച്ച അക്കിഗഹാര എന്ന വനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് ആ വനത്തിൽ കാണാതായ മറ്റൊരു പെൺകുട്ടിയുടെ ചിത്രവും അവിടെ പതിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളിന്ന് ഈ ടെലിഹിസ്റ്ററിലൂടെ പരിശോധിക്കുന്നത് ഭയത്തിൻ്റെ, നിശബ്ദതയുടെ, മരണത്തിൻ്റെ അക്കിഗഹാര എന്ന നിഗൂഢ വനത്തിൻ്റെ ചുരുളഴിയാത്ത സത്യങ്ങളാണ്. ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് തന്ന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അക്കിഗഹാര വനത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് ഒരു പ്രകൃതി ദുരന്തത്തിൽ നിന്നാണ്. ജപ്പാനിൽ ഇത്തരം ദുരന്തങ്ങൾ സ്ഥിരമാണെങ്കിലും ഒരു സുനാമിയോ ഭൂകമ്പമോ അല്ല, മറിച്ച് ഒരു അഗ്നിപർവ്വത സ്ഫോടനമാണ് ഈ കഥയ്ക്ക് തുടക്കമിടുന്നത്. AD 864 ഫ്യൂജി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഇത് ജോഗൺ സ്ഫോടനം എന്നാണ് അറിയപ്പെടുന്നത്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങളിൽ ഫ്യൂജിയുടെ രണ്ടാമത്തെ വലിയ സ്ഫോടനമായിരുന്നു ഇത്. കൂടാതെ ഇന്നുവരെയുള്ളതിൽ ഏറ്റവും വിനാശകരമായതും. അതിൻ്റെ ലാവാപ്രവാഹം ഏകദേശം 10 ദിവസത്തോളം നീണ്ടുനിന്നു. അന്നത്തെ കാലത്തെ ചരിത്രരേഖകൾ ആ നാശനഷ്ടം എത്രത്തോളം ഭയാനകരമായിരുന്നു എന്ന് വരച്ച് കാട്ടുന്നുണ്ട്. കത്തിയെരിയുന്ന ചെടികളും മരങ്ങളും, മഴ പോലെ ആകാശത്ത് നിന്ന് പെയ്യുന്ന പാറക്കല്ലുകളും ചാരവും, ഗ്രാമങ്ങളെ കത്തിക്കരിച്ച് ചാമ്പലാക്കി കൊണ്ടൊഴുകുന്ന ലാവകൾ, നീരാവി വമിക്കുന്ന തടാകങ്ങൾ, അങ്ങനെ ഭയാനകരമായിരുന്നു ആ കാഴ്ചകൾ. ഫ്യൂജി പർവ്വതത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുകൂടി ഒഴുകിയിറങ്ങിയ ലാവ ഒടുവിൽ സൊനോമി തടാകത്തിൽ എത്തിച്ചേരുകയും തൽഫലമായി ആ വലിയ തടാകം പല ചെറിയ തടാകങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ യാത്രാമധ്യേ ഈ ലാവ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും വീടുകളും ഗ്രാമങ്ങളും വരെ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. ദുരന്തം എന്ന വാക്ക് പൂർണ്ണമായും അർഹിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. എന്നാൽ 864 ജോഗൺ സ്ഫോടനം എത്രത്തോളം ദുരിതവും നാശവും വിതച്ചോ അത്രത്തോളം തന്നെ പുതിയ ചിലത് സൃഷ്ടിക്കാനും അത് കാരണമായി. ഫ്യൂജി പർവ്വതത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ലാവയും ചെളിയും ചേർന്ന മിശ്രിതം ചുറ്റുമുള്ള ഭൂപ്രകൃതിയെ ഗണ്യമായി മാറ്റിമറിച്ചു. താഴ്വരകൾ നികത്തപ്പെടുകയും ഭൂമി നിരപ്പാകുകയും ചെയ്തു. വർഷങ്ങൾ ധാരാളം കടന്നുപോയി. നിരവധി കാറ്റും മഴയും തഴുകിയ കട്ട പിടിച്ച ആ ലാവയുടെ വിശാലമായ പ്രതലത്തിലാണ് ഇന്ന് നാം അക്കിഗഹാര എന്ന് വിളിക്കുന്ന നിബിഡ വനത്തിന് ജീവൻ വച്ചത്. തുടർന്നുള്ള 1000-ലധികം വർഷങ്ങളിലൂടെ ജോഗൺ സ്ഫോടനം എന്നറിയപ്പെടുന്ന ആ അഗ്നിപർവ്വത സ്ഫോടനം സൃഷ്ടിച്ച ഫലപുഷ്ടിയായ ലാവമണ്ണിൽ ആ വനം വളർന്നു പന്തലിച്ചു. സത്യത്തിൽ അക്കിഗഹാര എന്ന കൊടും വനം തഴച്ചു വളരുന്ന ഉറച്ച ലാവയുടെ പ്രതലം ഈ വനത്തെ പല തരത്തിലും സവിശേഷമാക്കുന്നുണ്ട്. അതിനു കാരണം വനം അസാധാരണമാംവിധം ഇടതൂർന്നാണ് വളരുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ പോലും ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴാത്തത്ര ഇടതൂർന്ന മരങ്ങളുടെ ചില ഭാഗങ്ങൾ പോലും ഈ വനത്തിലുണ്ട്. മാത്രമല്ല ഈ ലാവ പാറകൾ അക്കിഗഹാരയെ അസാധാരണമാംവിധം നിശബ്ദമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം ആ ലാവ പാറകളിൽ വൻതോതിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പയിരാണ്. ഇത്തരം കാടുകളിൽ സാധാരണയായി കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങൾ പോലും ഈ പാറകൾ വലിച്ചെടുക്കുന്നു. അതിനൊപ്പം എണ്ണമറ്റ മരങ്ങളും ചെടികളും കൂടിയാകുമ്പോൾ വളരെ എളുപ്പത്തിൽ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള ഭയാനകരമായ നിശബ്ദതയുള്ള ഒരു സ്ഥലമായി ഇത് മാറുന്നു. അക്കിഗഹാര എന്ന ആ കൊടും വനം ജന്തുജാലങ്ങൾക്ക് അധികം വാസയോഗ്യമല്ലാത്തതും ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതും നിശബ്ദത തളം കെട്ടി നിൽക്കുന്നതുമാണ്.
പിന്നെ പതിയെ പതിയെ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിതം അവസാനിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമായി ഈ വനം മാറി. ചരിത്രപരമായി നോക്കുമ്പോൾ ജപ്പാൻ ജിസാറ്റ്സു, അതായത് സ്വയം ജീവിതം അവസാനിപ്പിക്കൽ എന്ന ആശയത്തോട് കുറച്ചുകൂടി തുറന്ന സമീപനം പുലർത്തുന്നവരായിരുന്നു. പ്രത്യേകിച്ചും മുൻ ജാപ്പനീസ് ചക്രവർത്തിമാരുടെ ഉയർന്ന സൈനിക വർഗമായിരുന്ന സാമുറായികൾ. ശത്രുക്കളുടെ പിടിയിലകപ്പെട്ട് പീഡനത്തിന് ഇരയാകാതിരിക്കാനും അതുപോലെ തന്നെ വലിയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും അപമാനഭാരത്തോടെ ജീവിക്കുന്നതിന് പകരമായൊക്കെയാണ് പോരാളികളായ സാമുറായികൾ സ്വയം വയറുകീറി മരിക്കുന്ന ആചാരം അവർ സ്വീകരിച്ചിരുന്നത്. അതിനായി അവർ തിരഞ്ഞെടുത്ത സ്ഥലം ആരും തന്നെ അവരെ കണ്ടെത്താൻ സാധ്യതയില്ലാത്ത അകിഗഹാര പോലുള്ള നിബിഡ വനങ്ങളായിരുന്നു. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മെയ്ജി ചക്രവർത്തിയുടെ കാലത്ത് സ്വയം ജീവിതം അവസാനിപ്പിക്കൽ പ്രവണത നിരോധിച്ചുവെങ്കിലും പല മതപരമായ ആചാരങ്ങൾ അവിടെ തുടർന്നിരുന്നു. അതിനാൽ അവർ പ്രധാനമായും തിരഞ്ഞെടുത്തത് വനങ്ങളായിരുന്നു. നൂറ്റാണ്ടുകളായി പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ട്. ജപ്പാൻകാർ പവിത്രമായി കാണുന്ന ഫ്യൂജി പർവ്വതത്തിൻ്റെ അടിവാരത്തുള്ള ഈ വനം സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും പ്രശസ്തമായ സ്ഥലമായി മാറിയതിനു പിന്നിൽ അവിടെ പ്രചരിച്ചിരുന്ന നാടോടി കഥകളും വിശ്വാസങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലൊന്ന് ജപ്പാൻകാർ ഉപാസ്തെ എന്ന് വിളിച്ചിരുന്ന ഒന്നാണ്. വീട്ടിലെ പ്രായമായ ആളുകളെ ഒറ്റപ്പെട്ട പർവ്വതങ്ങളിലോ കാടുകളിലോ ഒരു പാത്രം മാത്രം കയ്യിൽ നൽകി മരണത്തിനായി ഉപേക്ഷിക്കും. അവിടെ കിടന്ന് അവർ പ്രകൃതിയിൽ ഒറ്റയ്ക്ക് മരിക്കാൻ ഇടയാകുന്നത് മോക്ഷവും പുണ്യവുമായി അവർ വിശ്വസിച്ചിരുന്നു. മുൻകാലങ്ങളിൽ ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് അവർ ഇത്തരം സ്ഥലങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ പിൽക്കാലത്ത് യുവാക്കൾ പ്രണയ നൈരാശ്യത്തിൻ്റെ അവസാന സ്ഥലമായി ഈ ഒക്കിഗഹാര വനം തിരഞ്ഞെടുക്കാൻ തുടങ്ങി. അതിനായി അവരെ പ്രചോദിപ്പിച്ചത് 1960-ൽ ജാപ്പനീസ് എഴുത്തുകാരനായ സുച്ചോ മാറ്റ്സുമോട്ടോ എഴുതിയ നമിനോട്ടോ, അതായത് ടവർ ഓഫ് വേവ് എന്ന നോവലാണ്. നിയമവിദ്യാർത്ഥികളായ ഒനോഗി ടകാവോയും നിഗൂഢമായ യോരിക്കോയും തമ്മിലുള്ള സങ്കീർണമായ പ്രണയത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു കഥയായിരുന്നു ആ നോവലിൽ. ടോക്കിയോ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ആ പ്രണയകഥ അവസാനിക്കുന്നത് ഈ ഒക്കിഗഹാര വനത്തിലാണ്. കഥയുടെ അവസാനത്തിൽ നായിക കുറച്ച് ഗുളികയുമായി ഈ ഒക്കിഗഹാര വനത്തിലെ മരങ്ങളുടെ അഗാധങ്ങളിലേക്ക് നടന്നു കയറും. സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. യുവാക്കളെ ഏറെ സ്വാധീനിച്ച വിജയകരമായ ആ നോവലിൽ ഒക്കിഗഹാര ഒരു പ്രധാന പശ്ചാത്തലമായി മാറി. ഈ ദുരന്ത പ്രണയകഥയെ അടിസ്ഥാനമാക്കി ഒരു സിനിമയും 8 വ്യത്യസ്ത ഡ്രാമകളുമാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ ആ നോവൽ വൻ വിജയകരമായി മാറിയതിനോടൊപ്പം തന്നെ വലിയൊരു ദുരന്തവും വിവാദമാവുകയും ചെയ്തു. കാരണം നോവലായി ഈ കഥ പുറത്തിറങ്ങി അധികം വൈകാതെ തന്നെ ഒന്നിലധികം സ്ത്രീകളെ ഒക്കിഗഹാര വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവരുടെയെല്ലാം കൈവശം ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയും ഉണ്ടായിരുന്നു. ഈ ഒരു പ്രവണത പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ ജാപ്പനീസ് ജനത സ്വാധീനിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടായിരുന്നില്ല. 1933-ൽ മാറ്റ്സുമോട്ടോ കിയോക്കോ എന്ന ഒരു യുവ വിദ്യാർത്ഥിനി മൗണ്ട് മിഹാര അഗ്നിപർവ്വതത്തിലേക്ക് ചാടി സ്വയം ജീവിതം അവസാനിപ്പിച്ചിരുന്നു. തൻ്റെ ഒരു സഹപാഠിയായ പെൺകുട്ടിയുമായുള്ള വിലക്കപ്പെട്ട പ്രണയബന്ധമാണ് അവളെ ഇതിലേക്ക് പ്രേരിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കിയോക്കോയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ അന്ന് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. നിർഭാഗ്യവശാൽ ആ വർഷം മാത്രം 100-ലധികം ആളുകൾ അവളുടെ മാതൃക പിന്തുടർന്ന് മിഹാര അഗ്നിപർവ്വതത്തിൽ ജീവനൊടുക്കി. കാലങ്ങൾ കടന്നു പോകുന്നതോറും ഒക്കിഗഹാര വനത്തിലെ നിഗൂഢതകളും കൂടി വന്നു. പ്രാദേശികരും വിനോദസഞ്ചാരികളും ഒക്കിഗഹാര വനത്തിലെ ആകർഷകമായ നരുവാസ ഐസ് ഗുഹ കണ്ടുമടങ്ങാൻ എത്തുന്നുണ്ടെങ്കിലും ആ വനത്തിലെ ഉൾപ്രദേശങ്ങളിലേക്ക് ശാന്തമായി നടക്കാനും എക്സ്പ്ലോർ ചെയ്യാനും പോകുന്നവരിൽ പലരും തിരികെ ആ വനത്തിൽ നിന്ന് ജീവനോടെ പുറത്തു വരാറില്ല എന്നത് ഏവരെയും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. നിരവധി മിസ്സിംഗ് കേസുകൾ, എണ്ണമില്ലാത്ത മരണങ്ങൾ എന്നിവയെല്ലാം ഒക്കിഗഹാര വനത്തിന് മരണങ്ങളുടെ കാട് എന്ന കുപ്രസിദ്ധിയും നേടിക്കൊടുത്തിട്ടുണ്ട്. 2002-ൽ 78-ഉം 2003-ൽ 105 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 1978-നും 2003-നും ഇടയിൽ 1177 മൃതദേഹങ്ങൾ അവിടെ നിന്നും കണ്ടെടുത്തതായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കണ്ടെടുക്കപ്പെടാത്ത എത്രയോ മൃതദേഹങ്ങൾ ആ ഒക്കിഗഹാര വനത്തിൻ്റെ നിഗൂഢതയിൽ മറഞ്ഞിരിപ്പുണ്ട്. ഒരിക്കൽ ആ വനത്തിനുള്ളിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറത്ത് കടക്കാനാകാത്ത ഒരു ഇടമാണെന്ന് ചിലർ അവകാശപ്പെടുന്നു. അത് 100% സത്യമായ കാര്യവുമാണ്.
കാരണം ഈ വനം ഏതാണ്ട് 40 സ്ക്വയർ കിലോമീറ്ററിലധികം പരന്നു കിടക്കുന്നു. മാത്രമല്ല ഈ വനത്തിൻ്റെ അതിർവരമ്പുകൾ ഇപ്പോഴും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അടയാളപ്പെടുത്തിയ വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് വനത്തിനുള്ളിൽ മരണപ്പെട്ടവരുടെ ദുരാത്മാക്കളുടെ മരണക്കെണിയിലേക്കായിരിക്കുമെന്ന് ഭൂരിഭാഗം പേരും ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ഈ വനത്തിനുള്ളിൽ കയറിയാൽ ദിശ അറിയാനുള്ള കോമ്പസുകൾ വർക്കാകാറില്ല. ഈ വനത്തിനുള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പുറത്തുള്ള ആരെങ്കിലും സഹായത്തിനായി ഫോൺ കോൾ ചെയ്യാൻ പോലും കഴിയില്ല. കാരണം മൊബൈൽ സിഗ്നലുകളോ സാറ്റലൈറ്റ് സിഗ്നലുകളോ ഒരംശം പോലും ഈ വനത്തിനുള്ളിൽ ലഭിക്കില്ല. ഈ വനത്തിനുള്ളിൽ പെട്ടുപോയി ദിവസങ്ങൾക്ക് ശേഷം ജീവനോടെ രക്ഷപ്പെട്ട് പുറത്തു വന്നവരുടെ വാക്കുകൾ തികച്ചും ഭയപ്പെടുത്തുന്നതാണ്. വനം തികച്ചും നിശബ്ദമായിരിക്കും. ഇവിടെ ഒരു കാറ്റിൻ്റെ ശബ്ദം പോലും കേൾക്കാൻ കഴിയില്ല. ഈ ഒരു പ്രതിഭാസം ആരെയും ഭയപ്പെടുത്തും. മനസ്സിൽ ഇനി പുറം ലോകം കാണാൻ കഴിയില്ലെന്നും ഇവിടെയാണ് അവസാനം എന്ന തോന്നലുകൾ ഉണ്ടാക്കും. ഒരു സമനില തെറ്റിയ ആളിനെ പോലെ എങ്ങോട്ടൊന്നുമില്ലാതെ നടക്കാൻ പ്രേരിപ്പിക്കും. മരങ്ങളുടെ ഇടയിൽ ഇരുണ്ട ആത്മാക്കളുടെ രൂപങ്ങളെപ്പോലെ എന്തൊക്കെയോ കണ്ണിൽപ്പെടും. നമ്മളെ അറിയുന്ന ഒരൊറ്റ മനുഷ്യക്കുഞ്ഞു പോലും ആ വനത്തിനുള്ളിൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ പേര് മറ്റാരോ വിളിക്കുന്നത് വ്യക്തമായി കേൾക്കാൻ കഴിയും. ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളായിരുന്നു ആ വനത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വന്നവർക്ക് പറയാനുണ്ടായിരുന്നത്. ഒക്കിഗഹാരയിലെ സാഹചര്യം വളരെ സങ്കീർണമാണെന്ന് വ്യക്തമായി. ആ വനത്തിനുള്ളിൽ ജീവൻ പൊലിഞ്ഞുപോയ ആത്മാക്കൾ ആ വനത്തിനുള്ളിൽ തന്നെ അലഞ്ഞു തിരിയുന്നുണ്ടെന്നും അത് കൂടുതൽ മനുഷ്യരെ മരണത്തിൻ്റെ നിഗൂഢ വലയങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്നും ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ദൈവമില്ലെന്നും അതിനാൽ ആത്മാക്കളില്ലെന്നും വിശ്വസിക്കുന്ന നിരീശ്വരവാദികൾ പോലും ഒക്കിഗഹാരയിലെ ദുർമരണങ്ങൾക്ക് മുന്നിൽ സ്തബ്ധരായി പോകുന്നു. 2004 മാത്രം 108 മൃതദേഹങ്ങളാണ് ഒക്കിഗഹാരയിൽ നിന്നും കണ്ടെത്തിയത്. ഓരോ വർഷവും ഇത്തരത്തിൽ 100-ലധികം മൃതദേഹങ്ങൾ ആ വനത്തിനുള്ളിൽ നിന്നും കിട്ടുന്നതിൽ ജാപ്പനീസ് സർക്കാരും വലിയ ആശങ്കയിലാണ്. ഒക്കിഗഹാരയിലെ ദുർമരണങ്ങൾ, നിഗൂഢത, പ്രേതങ്ങൾ എന്നിവയുടെ കഥകൾ കേട്ടുള്ള ആകാംക്ഷയോടെ ഒക്കിഗഹാരയുടെ ഈ ഇരുണ്ട ചരിത്രത്തെ ഭൂരിഭാഗം സന്ദർശകരും ആൾക്കാരും ഒരു പരിധിവരെ ഭയത്തോടും ബഹുമാനത്തോടെയുമാണ് സമീപിച്ചിരുന്നതെങ്കിലും നിർഭാഗ്യവശാൽ ചിലർ അങ്ങനെ ആയിരുന്നില്ല. അത്തരത്തിലൊരാളാണ് പ്രശസ്ത യൂട്യൂബറായ ലോഗൻ പോൾ. 2017 അവസാനത്തിൽ അദ്ദേഹം താൻ ഒക്കിഗഹാരയെക്കുറിച്ച് കേട്ട കിംവദന്തികൾ സത്യമാണോ എന്ന് നേരിട്ട് ബോധ്യപ്പെടുന്നതിനും പരിവേഷണം ചെയ്യുന്നതിനും അത് തൻ്റെ ചാനലിന് വേണ്ടി വ്ളോഗ് ചെയ്യുന്നതിനും വേണ്ടി തൻ്റെ സഹായികളെയും കൂട്ടി അദ്ദേഹം ഒക്കിഗഹാര വനത്തിലേക്ക് പ്രവേശിച്ചു. നോ എൻട്രി ബോർഡുകൾ പലയിടത്ത് കണ്ടുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ആ വനത്തിനുള്ളിൽ ക്യാമറ ഓൺ ചെയ്ത് വ്ളോഗ് ചെയ്ത് അദ്ദേഹവും അനുയായികളും നടന്നു. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാകാൻ തുടങ്ങി. താൻ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കപ്പെടാത്ത എന്തോ ഒരു കാര്യം താൻ അനുഭവിക്കുന്നത് പോലെ തോന്നാൻ തുടങ്ങി. ആ വനത്തിനുള്ളിൽ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഒപ്പമുണ്ടായിരുന്നവരുടെ സംസാരമല്ലാതെ മൂകമായ നിശബ്ദത അദ്ദേഹത്തെ ഒരു ഭ്രാന്തനെ പോലെ ആക്കാൻ ശ്രമിക്കുന്നു. ക്യാമറയുടെ ബാറ്ററികൾ അതിവേഗം സ്ട്രിപ്പാകുന്നു. മറ്റ് അഡീഷണൽ ബാറ്ററികൾ കരുതിയിരുന്നതിൻ്റെ ബലത്തിൽ നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ആ നിബിഡ വനത്തിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ആരൊക്കെയോ ഉപേക്ഷിച്ചു പോയ വ്യക്തിഗത സാധനങ്ങൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, ടെൻറ്റുകൾ, വസ്ത്രങ്ങൾ എന്നിവ അവർ കണ്ടെത്തി. ഇതെല്ലാം വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ വനത്തിൽ നിന്ന് അവർ ഒരു യഥാർത്ഥ മൃതദേഹം കണ്ടെത്തുന്നു. എന്നാൽ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന് പകരം അവർ അടുത്തേക്ക് പോവുകയും ആ മൃതദേഹം ക്യാമറയിൽ വളരെ കൃത്യമായി പകർത്തുകയും ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ലോഗൻ പോൾ തികച്ചും നിരുത്തരവാദപരവും മോശവുമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. ഇത് ഒരു സെൻസർ പോലും ചെയ്യാതെ തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത ലോഗൻ പോളിന് വലിയൊരു സൈബർ ആക്രമണം നേരിടേണ്ടി വരാൻ അധികം സമയമെടുത്തില്ല. സോഷ്യൽ മീഡിയയിലെ ആളുകളിൽ നിന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് പോലും വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. ഇതേ തുടർന്ന് വീഡിയോ പ്രസിദ്ധീകരിച്ച് അധികം വൈകാതെ തന്നെ യൂട്യൂബ് ആ വീഡിയോ നീക്കം ചെയ്യുകയും ലോഗൻ പോളിന് യൂട്യൂബ് താൽക്കാലിക ബാൻ നൽകുകയും ചെയ്തു. ബാൻ മാറിയ ശേഷം പിന്നാലെ ലോഗൻ പോൾ തന്നെ ഒരു മാപ്പ് പറയുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഒക്കിഗഹാര ഇന്നും അന്താരാഷ്ട്ര തലത്തിൽ ഭയാനകരമായ ഒരിടമായി നിലനിൽക്കുന്നു. ഒക്കിഗഹാര എന്ന പേര് അക്ഷരാർത്ഥത്തിൽ മരണത്തിൻ്റെ പര്യായമായി മാറിക്കഴിഞ്ഞു. ജാപ്പനീസ് ഗവൺമെൻറ്റിനും പ്രാദേശിക അധികാരികൾക്കും ഒക്കിഗഹാരയിലെ ഭീതിപ്പെടുത്തുന്ന ദുർമരണങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന ദാരുണമായ സംഭവങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയാം. വർഷങ്ങളായി ഒക്കിഗഹാരയിലെ മരണസംഖ്യ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചിട്ടുമുണ്ട്. ഉൾവനങ്ങളിലേക്ക് പോകാതിരിക്കാൻ പലയിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശ ബോർഡുകളും
വനത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള നോ എൻട്രി ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രതിരോധ നടപടികളിൽ ഏറ്റവും കൃത്യമായി കാണാൻ കഴിയുന്നത് വനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. ഹൃദയസ്പർശമായ സന്ദേശങ്ങളിലൂടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ സന്ദർശകരോട് അഭ്യർത്ഥിക്കുന്ന ഒരു ബോർഡാണത്. അതിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: ജീവിതം വിലപ്പെട്ട ഒന്നാണ്. അത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയതാണ്. നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഒരിക്കൽ കൂടി ചിന്തിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കരുത്. ദയവായി അത് മറ്റാരോടെങ്കിലുമായി പങ്കുവയ്ക്കുക. ഒക്കുഗഹാര കേവലം ദുരാത്മാക്കളുടെയും ദുർമരണങ്ങളുടെയും ദുരന്തത്തിൻ്റെയും ഒരു ഇടം മാത്രമല്ല. ജപ്പാൻ്റെ ഐക്കോണിക്കും പവിത്രതയുടെ പ്രതീകമായ സാക്ഷാൽ ഫുജി പർവ്വതത്തിൻ്റെ അടിവാരത്തുള്ള സാധാരണവും സവിശേഷവുമായ ഒരു പ്രകൃതി വിസ്മയം കൂടിയാണ്. ഈ അർത്ഥത്തിൽ നിങ്ങൾ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഈ വനം അസ്തിത്വത്തിൻ്റെ സങ്കീർണതകളെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. സൗന്ദര്യവും സങ്കടവും ജനനവും മരണവും ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്ക് നേരെ പിടിച്ച ഒരു കണ്ണാടി പോലെയാണത്. നിങ്ങൾക്ക് ജപ്പാനിലെ ഈ ഒക്കുഗഹാര വനത്തിൽ പോകാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ ആ വനത്തിനുള്ളിൽ അകപ്പെട്ടു പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ലോകത്തിൽ ഇതുപോലുള്ള നിഗൂഢവും ആകാംക്ഷാഭരിതവുമായ മറ്റൊരു സംഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.